നമസ്കാരം സാർ. നമസ്കാരം സാറേ, 64ാമത് ഉപജില്ല കലോത്സവം നമ്മുടെ അനേണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സ്കൂളിൻ്റെ മാനേജർ എന്നുള്ള രീതിയിൽ സാർക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 2 ദിവസം ഇപ്പോൾ ആയി, ഇനി 2 ദിവസം കൂടിയുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ പ്രവർത്തനവും ഇതിന് ശേഷമുള്ള ഈ അടുത്ത 2 ദിവസത്തിലേക്കുള്ള നമ്മളുടെ പ്ലാനിങ്ങും എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു മാനേജർ എന്നുള്ള രീതിയിൽ സാർ നോക്കിക്കാണുന്നത്. ഞാൻ അനേണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജറാണ്. 2003 മുതൽ അനേണ്ടി സ്കൂളിൻ്റെ മാനേജറാണ്. ഞാൻ എടുക്കുന്ന ആ കാലത്ത് എന്തായിരുന്നു ആ സ്കൂളെന്നും അതിൻ്റെ പാസ് പെർസെൻറ്റേജും സ്കൂളിലെ ബാക്കിയുള്ള സ്ഥിതികളും ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഞാൻ ഏറ്റെടുത്തതിന് ശേഷം പരമാവധി എൻ്റെ പഠനവും എൻ്റെ എക്സ്പീരിയൻസും എല്ലാം ഉപയോഗിച്ച് എത്രയും നല്ലൊരു സ്കൂളാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചു. ഇന്ന് അനങ്ങടി ഹയർ സെക്കൻഡറി സ്കൂൾ 100% അങ്ങനെ പാസ് പെർസെൻറ്റേജ് നല്ലൊരു ജില്ലയിലും സംസ്ഥാനത്തും അറിയപ്പെടുന്ന ഒരു +2 ലെവലാക്കി. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അതായത് 64ാമത് ഒറ്റപ്പാലം ഉപജില്ല കലോത്സവം ഈ സ്കൂളിൽ ആഘോഷിക്കാൻ ഒരവസരം നമുക്ക് കിട്ടി. അത് സ്വീകരിക്കാൻ അനങ്ങനടി ഹൈസ്കൂളും തയ്യാറാണ് എന്നുള്ളൊരു നിലയിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇന്നലെ മുതൽ സംഭവം കലോത്സവം ആരംഭിച്ചു. ഇന്ന് അതിൻ്റെ കാര്യപ്പെട്ട ഉത്സവ ആഘോഷങ്ങളായിരുന്നു, ഉദ്ഘാടനങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിലെ സ്പോർട്സ് കലാകായികമേള അഥവാ വഖഫ് ബോർഡ് മിനിസ്റ്ററാണെന്ന് പങ്കെടുത്തത്. അദ്ദേഹം കൃത്യസമയത്ത് വന്നു. അധ്യക്ഷ വഹിച്ചാണെങ്കിൽ നമ്മുടെ സുപരിചിതനും എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്നതായ നമ്മുടെ MLA മമ്മിക്കുട്ടി സാറ് ഉണ്ടായിരുന്നു. അത് ഈ കലോത്സവം അതിൻ്റെ തുടക്കം ഇവരുടെ ഈ ഉദ്ഘാടനത്തോടു കൂടി വളരെ ആ കലോത്സവത്തിന് വളരെ ഭംഗിയും ഇതും കൂട്ടാൻ സാധിച്ചു. ഇന്നലെ കൃത്യസമയത്ത് ആരംഭിച്ചു. എല്ലാ പ്രോഗ്രാമും തന്നെ 80ഓളം സ്കൂൾ പങ്കെടുത്തെങ്കിലും എല്ലാവും തന്നെ കൃത്യസമയത്ത് വിചാരിച്ച മാതിരി ഞങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിച്ചു. എന്ന് മാത്രമല്ല 1500ഓളം ആൾക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു. കാലാവസ്ഥ ഒരു ലേശം അനുകൂലമല്ല എങ്കിൽ തന്നെ അത് ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. മഴ ആയിരുന്നല്ലോ, അതൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇന്നും തന്നെ ഏകദേശം 90ഓളം സ്കൂൾ വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തന്ന റിപ്പോർട്ട്. അതനുസരിച്ച് എല്ലാ കാര്യപരിപാടികളും കൃത്യസമയത്ത് തന്നെ ഉദ്ഘാടനവും ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ കൃത്യസമയത്ത് നടന്നു. വളരെ ഭംഗിയായിട്ട് അത് അനേണ്ടി സ്കൂളിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ലെവലിൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഏകദേശം 6000 ചില്ലാനം കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. കലാപരിപാടികൾ ലേശം ലേറ്റായി വൈകുന്നേരം 5 മണിക്ക് ശേഷം കുറച്ചുകൂടി 1-2 സ്റ്റേജുകൾ വർക്ക് ചെയ്യേണ്ടായിരുന്നു. ആകെ 15 സ്റ്റേജാണുള്ളത്. ഈ 15 സ്റ്റേജ് വ്യത്യസ്ത സ്ഥലങ്ങളിലാണെങ്കിലും പരമാവധി ഈ ഇതിൽ ഗുണഭോക്താക്കൾ അതായത് പങ്കെടുക്കുന്നവരുടെ സൗകര്യാർത്ഥം ഞങ്ങൾ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അനങ്ങനടി സ്കൂളിന് കഴിയാവുന്ന എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഇതും ഈ വരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ ടീച്ചേഴ്സിനും പരമാവധി അവരുടെ രക്ഷിതാക്കൾക്കും ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നാളെയും മറ്റന്നാളും ഏറ്റവും തിരക്ക് ഞങ്ങൾ നാളെയും പ്രതീക്ഷിക്കുകയാണ്. 3500ഓളം ആൾക്കാർ ഇന്ന് ഭക്ഷണത്തിന് വന്നെങ്കിൽ നാളെ അതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അവർക്കെല്ലാം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം അതിന് നമ്മുടെ പഞ്ചായത്ത്, നാട്ടുകാർ, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ, സ്കൂള് എല്ലാവരും അതിൻ്റെ ഭാഗമാക്കാണ്. എല്ലാവരും പങ്കെടുത്തിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ഭരണസമിതി അംഗം എന്നുള്ള ലെവലിലല്ല, ഇവിടെ നാട്ടിൽ ഈ ജനിച്ചു വളർന്ന് ഈ സ്കൂളിൽ വിദ്യാഭ്യാസം എടുത്തൊരു പഴയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഈ കമ്മിറ്റി അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇതിനപ്പുറത്തും മറ്റൊരു സന്തോഷമൊന്നുമില്ല. ഞങ്ങൾ വളരെ ഷുവറാണ് നാളെയും മറ്റന്നാളും തന്നെ അത് വരുന്ന എല്ലാ അതിഥി സ്കൂളുകളുടെയും അവരുടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു. അങ്ങനെ സ്കൂൾ ഒരു പക്ഷേ ഒരു ഓവറോൾ ചാമ്പ്യൻ തന്നെ ആയിക്കൂടാ എന്നും ഞങ്ങൾ സംശയമൊന്നുമില്ല എന്നുള്ള ലെവലിലാണ്.